കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ LDF നേടിയ വൻ ഭൂരിപക്ഷത്തിൽ ആശങ്കാകുലനായ NK പ്രേമചന്ദ്രൻ BJPയുടെ വോട്ട് തേടി പോയിരിക്കുകയാണെന്നാണ് ധനമന്ത്രി തോമസ് ഐസക് ഇപ്പോൾ പ്രതികരിക്കുന്നത്. കൊല്ലം പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള അവലോകന യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ ശ്രീ തോമസ് ഐസക് മലയാളി വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു. പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ബാലഗോപാലിന്റെ വിജയത്തിന് അനുകൂല ഘടകങ്ങളാണ്. ഇത്തരത്തിലിരിക്കുന്ന BJP വോട്ട് തേടി പോകുന്ന പ്രേമചന്ദ്രൻ കക്ഷത്തിരിക്കുന്ന മതനിരപേക്ഷ വോട്ടുകൾ നഷ്ടപ്പെടുന്നത് അറിയില്ല എന്നും തോമസ് ഐസക് വ്യക്തമാക്കി. കൊല്ലത്തെ മതനിരപേക്ഷ വിശ്വാസികൾക്കിടയിൽ പ്രത്യേകിച്ചും UDF പ്രവർത്തകർക്കിടയിലെ കോൺഗ്രസുകാർ ഉൾപ്പെടെ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രേമചന്ദ്രന്റെ BJP ഭാണ്ഡവം ഗൗരവകരമായ രാഷ്ട്രീയ പ്രശ്നമായി ഉയരാൻ പോകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതിനാൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിക്ക് ലഭിക്കും എന്നതിൽ സംശയമില്ല എന്നും അതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും ഡോക്ടർ തോമസ് ഐസക് വ്യക്തമാക്കി. ഇവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1,70,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തനത്തിനിടയിൽ ഏത് ഘടകമാണ് ഞങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നത്? എന്താ ഞങ്ങൾക്കുള്ള മൈനസ്? അപ്പം അതുകൊണ്ട് ആ 1,70,000 നിന്ന് എത്ര കുറഞ്ഞാലും ജയിക്കാനുള്ള ഭൂരിപക്ഷം അത് കണ്ടിട്ടാണ് BJPയുടെ വോട്ട് വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ പ്രേമചന്ദ്രൻ BJPയുടെ വോട്ട് വാങ്ങാൻ വേണ്ടി കൈ കൊടുക്കുമ്പോൾ കക്ഷത്തിലിരിക്കുന്ന പോകുന്ന അറിയുന്നില്ല. ഇവിടുത്തെ മതനിരപേക്ഷ വിശ്വാസികൾക്കിടയിൽ UDFിലുള്ള കോൺഗ്രസ്സുകാരും മതന്യൂനപക്ഷങ്ങളും ഈ BJP ബാന്ധവം ഒരു ഗൗരവമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഉയരാൻ പോയി. ഇവിടെ രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുകയാണല്ലോ. എന്താണ് ഈ കച്ചവടത്തെക്കുറിച്ച് പറയാനുള്ളതെന്നറിയാൻ ഞങ്ങൾക്ക് ഏറെ ആഗ്രഹമുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല, നിയമസഭയേക്കാൾ കൂടുതലുള്ള ഭൂരിപക്ഷത്തിന് ഇത്തവണ LDF ഈ ലോക്സഭാ മണ്ഡലത്തിൽ ജയിക്കും. അതിനുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചിട്ടയായിട്ട് മുന്നേറുകയാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ പര്യടനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്, കൺവെൻഷനുകൾ തീർന്നിട്ടുണ്ട്, സ്ക്വാഡ് പ്രവർത്തനങ്ങൾ ചിട്ടയായിട്ട് നടക്കുന്നു. ഇപ്പോൾ എല്ലാ സ്ഥലത്തും വരുന്ന റിപ്പോർട്ടുകൾ വളരെ ശുഭതർക്കമാണ്, നന്നായി ജയിക്കും.